പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഫോറിയർ ഡിഗ്രിയുടെ MDC മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ്. അതിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 3 ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്. വാട്ട് ഈസ് ഡാറ്റ അനലിറ്റിക്സ്? ഡാറ്റ അനലിറ്റിക്സ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഡാറ്റ ടു ഡ്രോ യൂസ്ഫുൾ ഇൻസൈറ്റ് ആൻഡ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. നമ്മളെ കയ്യിൽ കുറെ ഡാറ്റ ഉണ്ട്, ഡാറ്റ. ആ ഡാറ്റ എന്താണ് നമ്മൾ അത് ഒരു ആവശ്യമുള്ള രീതിയിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സാമിനിങ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ന് പറയാം ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അതിലൂടെ ഇറ്റ് ഹെൽപ്സ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ട്രെൻഡ്സ്, കസ്റ്റമർ ബിഹേവിയർ ആൻഡ് ഒപ്റ്റിമൈസ് ഓപ്പറേഷൻ ഇൻ ദ ഡീറ്റെയിൽ വേൾഡ്. ഡീറ്റെയിൽ വേൾഡിൽ വളരെ കൃത്യമായിട്ട് ട്രെൻഡ് മനസ്സിലാക്കാൻ, കസ്റ്റമറുടെ ബിഹേവിയർ, അതുപോലെ ഓപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഇത് ബിസിനസ്സുകാരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നമ്മളൊരു സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഫേമാണ്. ആ ഫേമിന്റെ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർ നമ്മളെ കമ്പനിയുമായി ബിഹേവിയർ നമ്മളെ പ്രൊഡക്റ്റുമായി നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ലഭിക്കും, ട്രെൻഡ്സ് ലഭിക്കും. അതേപോലെ നമ്മൾ ഓപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനും ഈ ഡാറ്റ എന്ത് ചെയ്യും, നമ്മൾ എക്സാമിൻ ചെയ്യണം, അത് അനലൈസ് ചെയ്യണം. അതിനെ എന്ത് പറയാം, ഡാറ്റ അനലറ്റിക്സ് എന്ന് പറയാം. ഇനി ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ റെഫേഴ്സ് ടു എക്സ്ട്രീംലി ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സെറ്റ് ദാറ്റ് കനോട്ട് ബി ഹാൻഡിൽഡ് ബൈ ട്രഡീഷണൽ ടൂൾ എന്ന് പറയാം. കോംപ്ലക്സ് ആയിട്ടുള്ള ലാർജ് ഡാറ്റ എന്ന് പറയാം ബിഗ് ഡാറ്റ എന്ന് പറയാം. അത് ട്രഡീഷണൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വോളിയം, വെലോസിറ്റി ആൻഡ് വെറൈറ്റി. ഇത് വലിയ വോളിയം ഉണ്ടായിരിക്കും, അതിന് വലിയ വെലോസിറ്റി ആയിരിക്കും, വലിയ വെറൈറ്റി ഡാറ്റ ആയിരിക്കും. ആൻഡ് ഈസ് വാല്യബിൾ ഫോർ പ്രഡിക്റ്റീവ് അനാലിസിസ്. ഇത് പ്രഡിക്റ്റീവ് അനാലിസിസിന് വാല്യബിൾ ആയിരിക്കും. ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ബിഗ് ഡാറ്റ എക്സ്ട്രീംലി ലാർജ് ആൻഡ് കോംപ്ലക്സ് ഡാറ്റ സെറ്റിനെ എന്ത് പറയാ, ബിഗ് ഡാറ്റ എന്ന് പറയാം. ഇനി മെറ്റാവേഴ്സ്. ദ മെറ്റാവേഴ്സ് ഈസ് എ വെർച്വൽ ഷെയർഡ് സ്പേസ് created by the convergence of physical and digital realities often involving 3D environment and avatars. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത് വെർച്വൽ ഷെയർഡ് സ്പേസ് ആണ്, ക്രിയേറ്റഡ് ബൈ കൺവേർജൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ റിയാലിറ്റി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ആയിട്ട് തോന്നും. ഫിസിക്കൽ ഡിജിറ്റൽ റിയാലിറ്റി ഓഫൺ ഇൻവോൾവിംഗ് 3D എൻവിറോൺമെന്റും അവതാറൊക്കെ അങ്ങനെ ആയിരിക്കും, ഒരു 3D ആയിട്ടായിരിക്കും കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗെയിമിംഗ്, സോഷ്യൽ ഇന്ററാക്ഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഈവൻ ബിസിനസ് മീറ്റിംഗ്. ഇതിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എഡ്ജ് കമ്പ്യൂട്ടിംഗ്. എഡ്ജ് കമ്പ്യൂട്ടിംഗ് processes data near the source of generation instead of relying slowly centralized cloud servers. It reduces latency and improves speed, especially useful to Internet of Things and real-time application. Edge computing processes data near the source of generation instead of relying slowly to on centralized cloud server. Centralized cloud server നിന്നും അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് എന്താ പറയാ, എഡ്ജ് കമ്പ്യൂട്ടിംഗ് ജനറേറ്റ് ചെയ്യുന്നതിന് എഡ്ജ് കമ്പ്യൂട്ടിംഗ്. ഇത് എന്ത് ചെയ്യും, ലാറ്റൻസി ഇംപ്രൂവ്ഡ്, സ്പീഡ് ഇംപ്രൂവ് ചെയ്യും. നമ്മൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റിയൽ ടൈം ആപ്ലിക്കേഷൻ അല്ലേ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ നമ്മൾ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നതിന് എന്താ പറയാ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയാം. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡെലിവർ കമ്പ്യൂട്ടിംഗ് സർവീസ്. കമ്പ്യൂട്ടിംഗ് സർവീസ് ഡെലിവർ ചെയ്യുന്നതിന് എന്താ പറയാ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. സ്റ്റോറേജ്, സെർവേഴ്സ്, സോഫ്റ്റ്വെയർ ഓവർ ദ ഇന്റർനെറ്റിലൂടെ ഡെലിവർ ചെയ്യുന്നതിനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സ്റ്റോറേജ്, സെർവർ, സോഫ്റ്റ്വെയർ ഒക്കെ ഇന്റർനെറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെലിവർ ചെയ്യുന്നതിനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇറ്റ് അലോസ് യൂസേഴ്സ് ആൻഡ് ബിസിനസ് ടു ആക്സസ് ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ ഫ്രം എനിവർ. എവിടെ നിന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയും ആപ്ലിക്കേഷനും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്റെ കമ്പനി ഇന്ത്യയിലാണ്, ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിന് UAE പോയി, ഞാൻ ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട, എന്റെ കമ്പനിയുടെ ഡാറ്റയും അതിന്റെ ആപ്ലിക്കേഷനൊക്കെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും ഫ്രം എനിവർ, റെഡ്യൂസിങ് ദ നീഡ് ഫോർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഡാറ്റ സെക്യൂരിറ്റി. Data security involves protecting detailed information from unauthorized access, theft and or corruption. Unauthorized access, theft, corruption, digital information secure ചെയ്യുന്നതിന് data security എന്ന് പറയും. It includes measures like encryption, firewalls and secure authentication of safeguard sensitive data. Social media platform. Social media platform like Facebook, Instagram, X enable users to create and share content, connect and communicate. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, കണ്ടന്റ് ഷെയർ ചെയ്യാൻ സാധിക്കും, അതിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമിനെ എന്ത് പറയാ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ അതാണ്.
These platforms are also used by businesses for marketing, customer service and brand engagement. Customer service, marketing, customer service, brand engagement ഈ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ വലിയ തോതിൽ യൂസ് ചെയ്യുന്നുണ്ട് ബ്രാൻഡ് എൻഗേജ്മെന്റിനും അതേപോലെ മാർക്കറ്റിങ്ങിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി മൂന്നാമത്തെ മൊഡ്യൂൾ അവസാനിച്ചിരിക്കുന്നു.